കേരളീയ സംസ്കൃതിയുടെ ആത്മസൗന്ദര്യമാണ് ശ്രീകുമാരൻ തമ്പിയുടെ സൃഷ്ടികളെന്ന് ഗാനരചയിതാവ് പി.കെ. ഗോപി. റോട്ടറി കാലിക്കറ്റ് സിറ്റിയുടെ പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കേസരി ഹാളിലായിരുന്നു അവാർഡ് ദാന ചടങ്ങും മ്യൂസിക്കൽ നൈറ്റും സംഘടിപ്പിച്ചത്. കവി പി.കെ. ഗോപി ഉദ്ഘാടനം ചെയ്തു. കേരളീയ സംസ്കൃതിയുടെ ആത്മസൗന്ദര്യമാണ് ശ്രീകുമാരൻ തമ്പിയുടെ സൃഷ്ടികളെന്ന് അദ്ദേഹം പറഞ്ഞു. അസാധാരണ ശോഭയുള്ള അർത്ഥഗാംഭീര്യമുള്ള ഒരു നക്ഷത്രമുണ്ടാകുന്നു എന്നതാണ് മഹാസത്യം. അങ്ങനെ ഭാവത്തിന്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളുടെ കാലാധിപത്യായ മനോഹാരിതയുടെ ചേരുവകൾ എങ്ങനെ സാധിക്കാമെന്ന് വാക്കുകൾ കൊണ്ട് തെളിയിച്ച മഹാപ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. പി.കെ. ഗോപി അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. സംഗീതമാണ് ഏറ്റവും വലിയ കല, മറ്റേതിനും പഠിക്കണം. പാട്ട് ആസ്വദിക്കാൻ വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. പാട്ടെഴുത്ത് ജനകീയമായത് അതുകൊണ്ടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഗീതത്തിന്റെ ചിറകിൽ സഞ്ചരിക്കുന്ന കവിതയാണ് ഗാനം. ഈണത്തിൽ പറയുമ്പോഴാണ് കാലാതിവൃത്തിയാകുന്നത്. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഓർമ്മിക്കുന്നത് അതുകൊണ്ടാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ എന്ന് എഴുത്തച്ഛൻ എഴുതി ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നത് അത് വൃത്തത്തിലായതുകൊണ്ടാണ്. റോട്ടറി സിറ്റി പ്രസിഡന്റ് സജിൽ നരിക്കോടൻ അധ്യക്ഷനായി. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒ മോഹൻദാസ്, അഞ്ജന ശശി, വി സുധീഷ്, അഞ്ജലി അമൃത്, വി ജെ ജോഷിത എന്നിവർ വൊക്കേഷണൽ എക്സലൻസി അവാർഡ് ഏറ്റുവാങ്ങി. കെ ദീപക് കുമാർ, എം എസ് രാജീവ്, ജയപ്രകാശ് ബാബു, എം എസ് കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി അവകാശ നിയമങ്ങൾ എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങളിൽ